ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പത്തൽ ബിരിയാണി കഴിക്കണമെന്ന്. അപ്പം ഒരിടയ്ക്ക് ഇതേപോലെ ആഗ്രഹം വന്നപ്പം നോയിമ്പ് ടൈം ആട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച അത്താഴം അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, അത്താഴം ആയത് കാരണം നമ്മൾ ലൈറ്റായിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ വെളുപ്പിനെ എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ ഹാഫ് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത്, കാരണം ഫസ്റ്റ് ടൈം മേടിക്കുന്നത് കാരണം ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതി മാത്രമേ മേടിച്ചുള്ളൂ. പക്ഷേ ഈ വട്ടം ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് പോയി. കാരണം എപ്പോഴും വിചാരിക്കും നോമ്പ് പെരുന്നാളും കഴിഞ്ഞപ്പം പോകണമെന്ന്. പക്ഷേ ടൈം അങ്ങോട്ട് ഒക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സൺഡേ ആയത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. പിന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് നമുക്ക് അകത്തോട്ട് ഡയറക്റ്റ് കയറി ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ പുറത്ത് നിന്നതിന് ശേഷം അവർ വന്ന് നമ്മളോട് ചോദിച്ചിട്ട് പേര് എഴുതി വെച്ച് ആൾക്കാർ പോകുന്ന അനുസരിച്ച് പേര് വിളിച്ചാണ് നമ്മൾ കയറുന്നത്. പിന്നെ നമുക്ക് പുറത്ത് അതിൻ്റെ ഫെസിലിറ്റീസ് കൊണ്ടിരിക്കാനൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പേര് വിളിച്ച് ഞങ്ങൾ അകത്ത് കയറി. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് ചിക്കൻ ബിരിയാണി ഫുള്ള് തീർന്ന്, പിന്നെ ആകെ കുട്ടൻ ബിരിയാണി ഉള്ളെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുട്ടൻ ബിരിയാണി മേടിച്ച്. അങ്ങനെ പിന്നെ അവർ പകുതിക്ക് വെച്ച് വന്ന് പറഞ്ഞു ഹാഫ് ചിക്കൻ ബിരിയാണിയും ഫുൾ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് അത് രണ്ടും മമ്മിക്കും പപ്പാക്കും കൊടുത്തിട്ട് ഞങ്ങൾ കുട്ടൻ ബിരിയാണി കഴിച്ചു. പക്ഷേ കുട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ബിരിയാണിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചിക്കൻ ബിരിയാണിയിലായിരുന്നു നോട്ട് ചെയ്തത്, പക്ഷേ കുട്ടൻ ബിരിയാണി ഉള്ളത് കൊണ്ട് അത് കഴിച്ചതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിത് കഴിച്ചപ്പം ഒരു നൊസ്റ്റാൾജി അടിച്ചു. കാരണം വേറൊന്നുമല്ല, കല്യാണത്തിന് മുമ്പ് ഞങ്ങളെ കല്യാണം എന്ന് വിളിക്കാറുള്ളൂ. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് മിക്ക കല്യാണത്തിനും പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് മുമ്പത്തെ ദിവസം രാത്രി ആയിരിക്കുമല്ലോ ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോൾ മിക്ക സ്ഥലത്തും ബീഫ് ബിരിയാണി ആയിരിക്കും. അപ്പോൾ ആ ഒരു ബീഫ് ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വേറെ ഏത് ഹോട്ടലിൽ പോയാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒരു ഹോട്ടലും കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പം ആ ഒരു ഫീലിങ്സ് തോന്നി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പനമ്പള്ളി നഗറിലായത് കാരണം ഒരുപാട് ഫുഡ് സ്പോട്ട് അടുത്തടുത്തുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി വയറ് നിറഞ്ഞത് കാരണം പിന്നെ വേറെ ഷോപ്പിലൊന്നും ഞങ്ങൾ പോകാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ നടന്നു വന്നപ്പോഴാണ് സൈഡിൽ അത്തറൊക്കെ വിൽക്കുന്നത് കണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് സ്മെൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നു. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇതേപോലെ 2 ദിവസത്തിന് മുമ്പ് റോഡ് സൈഡിൽ നിന്ന് ഇതേപോലെ കണ്ടപ്പം നല്ല സ്മെല്ല് നോക്കി ഞങ്ങൾ 3 ചൂസ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ അവരോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോസും ഷോർട്സും എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് അടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.